എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. വിശുദ്ധ വേദപുസ്തകം ആത്മാർത്ഥമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധനായ വേദ അധ്യാപകനായ ഹീബ്രു ബൈബിൾ സ്കോളറായ പാസ്റ്റർ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മുടെ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ആധികാരികമായി മറുപടി തരുവാൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ സെഷൻ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ തുടങ്ങി വെച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തെ ആധാരമാക്കി ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ സൃഷ്ടികർത്താവ് എങ്ങനെ സൃഷ്ടിയായി? എബ്രായ ഭാഷയിൽ ഈ വചനം എപ്രകാരമാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതിന്റെ ആൻസർ ഫിനിഷ് ചെയ്യാൻ ഒക്കത്തില്ലെന്നുള്ളതുകൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് വിട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ആശയക്കുഴപ്പം ക്രിസ്ത്യൻ വേൾഡിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ക്രിസ്ത്യൻ വേൾഡിന് പുറത്ത്, അത് കഴിഞ്ഞ് ഇസ്ലാമിക് വേൾഡില് അവർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പറയുന്ന യേശുക്രിസ്തു ദൈവമാണെങ്കിൽ താൻ സൃഷ്ടാവായിരിക്കണം. നിങ്ങളുടെ ബൈബിള് തന്നെ പറയുന്നു താൻ സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനാണെന്ന്. ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻസ് എന്നാണ്. എല്ലാ സൃഷ്ടിയിലും ആദ്യം ജനിച്ച ആള് താനാണെന്ന്. നമുക്ക് ഇതെങ്ങനെയാണ് ഈ പ്രശ്നം റിസൾവ് ചെയ്യുന്നത്? മാം ഇവിടെ എന്നോട് ഉത്തരം പറയാൻ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട രീതിക്കകത്ത് തന്നെ അതിന് ഉത്തരത്തിന്റെ പകുതിയുണ്ട്. അതിന്റെ ഹീബ്രുവിൽ എങ്ങനെയാണ് പറയണമെന്ന്. അത് നമ്മൾ ഇതുവരെ പഠിച്ചു വച്ചിരുന്ന നമ്മുടെ വേദ പഠന രീതികൾ അല്ലെങ്കിൽ അറിവുകൾ മുഴുവനും ഒന്ന് സസ്പെൻഡ് ചെയ്യണം, അല്ലെ തലയിൽ നിന്ന് താത്തു വെക്കണം കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് എടുത്തു വെച്ചു, തിരിച്ചു വെച്ചു. ആ തലയ്ക്കകത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടേ നമുക്ക് ഈ ആൻസർ വരാൻ പറ്റത്തുള്ളൂ. പുതിയ നിയമം മുഴുവൻ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതും വെളിപ്പാട് പുസ്തകം ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതും എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ ബൈബിൾ സെമിനാറുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പഠിച്ചു തുടങ്ങുന്ന നമ്മുടെ പാവം തിയോളജി കുഞ്ഞുങ്ങൾ, നമ്മുടെ ഉപദേശിമാർ, പാസ്റ്റർമാർ, എൻ്റെ ഭാഷ തിയോളജി കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കാര്യം ഇത് മാത്രം വിഴുങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഈ തിയോളജി കുഞ്ഞുങ്ങള് ഈ തലയും കുത്തി നിന്നാൽ ഇവർക്ക് എന്നെ മറുപടി പറയാൻ പറ്റത്തില്ല. അവരത് പഠിച്ചിരിക്കുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകം ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം ഗ്രീക്കിലല്ല എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ് നമുക്കുള്ളത്. വെളിപ്പാട് പുസ്തകം ഒറിജിനലി ഗ്രീക്കിൽ അല്ല എഴുതിയത്. വെളിപ്പാട് പുസ്തകം ഒറിജിനലി എഴുതിയത് ഹീബ്രുവിലാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ വരാത്തത്തോളം കാലം നമുക്ക് ഈ ചോദ്യത്തിന് മറുപടിയില്ല. ഈ ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രീക്ക് വ്യാഖ്യാനത്തിൽ കൂടെ നമ്മൾ പോയാൽ, ഇനി മാത്രമല്ല ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഏത് പുസ്തകത്തിന്റെ ഗ്രീക്ക് വ്യാഖ്യാനത്തിലൂടെ പോയാൽ നമ്മൾ ചെന്ന എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ ആശയക്കുഴപ്പമാണ്. അപ്പൊ നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തില്ല. നമുക്ക് തന്നെയായിരുന്നു നമ്മൾ അങ്ങനെ ഇങ്ങനെയും പറയും. അപ്പൊ കേൾക്കുന്നവരെന്ത് പറയും? ഇനിയും ഈ വിശ്വാസമില്ലാതെ വേറൊരാൾ എന്ത് പറയും? ഇതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ നമുക്കിത് റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട തീരുമാനം ഒന്നാം തീരുമാനം പറഞ്ഞു, വെളിപ്പാട് പുസ്തകം ഗ്രീക്കിലല്ല ഹീബ്രുവിലാണ്. ആ കാര്യം അംഗീകരിക്കാൻ നമ്മുടെ മനസ്സൊന്ന് പാകമാണ്. അപ്പൊ ഗ്രീക്ക് എന്ന ധാരണ തലേന്നെടുത്ത് കുറച്ചു നേരത്തേക്ക്
താഴോട്ട് വെച്ചിട്ട് നമുക്ക് സംഗതി തുടങ്ങാം. യേശു ക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. പക്ഷെങ്കിൽ വേദപുസ്തകം വായിക്കുന്ന ഒരാൾക്ക് പലയിടത്തും യേശു ക്രിസ്തുവിനെ സൃഷ്ടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. 2-ാം അധ്യായത്തിൽ 2-ാം സങ്കീർത്തനത്തിൽ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ നീ എൻ്റെ മോനാന്നില്ല എൻ്റെ അർത്ഥം അല്ലേ? ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ നീ ഇല്ലെന്ന അല്ലേ? അങ്ങനെയാണ് യേശു ക്രിസ്തു ലോകത്തിന് മുമ്പേ ഉള്ള ആളാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? Because he was created at a particular time. ഒരു പ്രത്യേക സമയത്ത് സൃഷ്ടിക്കപ്പെട്ട ആളാണ് താൻ എന്ന് 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും യേശു ക്രിസ്തു സൃഷ്ടി അല്ല, സൃഷ്ടാവാണ് എന്ന്? അപ്പോഴും ഞാൻ പറയുന്നത് യേശു ക്രിസ്തു സൃഷ്ടി അല്ല, സൃഷ്ടാവാണ്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? 2-ാം സങ്കീർത്തനത്തിൽ തന്നെ അടിസ്ഥാനത്തിൽ. എന്തുകൊണ്ട്? 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയ എഴുത്തുകാരൻ ദാവീദാണ്. താൻ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ വേദശാസ്ത്രജ്ഞന്മാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഗ്രീക്കിലുമല്ല എഴുതിയത്. പിന്നെ 3000 വർഷം മുമ്പ് നല്ല ഒന്നാം തരം ഹീബ്രുവിൽ അല്ലേ? ഒന്നാം തരം ഹീബ്രുവിലാണ്. അപ്പൊ ഹീബ്രുവില് താൻ എന്താ എഴുതിയത്? അത് അടുത്ത അത് നമുക്ക് ഹീബ്രു ബൈബിളിൽ പോകണം. We have to go to the original Hebrew. നമ്മളുടെ ഒരു കുഴപ്പം, നമ്മൾ അതിന് തയ്യാറല്ല. നമ്മളെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വേദശാസ്ത്ര ലോകം, നമ്മുടെ വേദശാസ്ത്ര ലോകം തയ്യാറല്ല. അവര് ആ ഗ്രീക്കിനകത്തൊക്കെ നിൽക്കുക, ഗ്രീക്ക് കൊണ്ട് സാറ്റിസ്ഫൈഡാ. അതിനപ്പുറം ബൈബിളിലേക്ക് പോകുന്നതിനുള്ള അവർ തയ്യാറല്ല. തയ്യാറല്ലാത്തത്തോളം കാലം ഇസ്ലാമിക് വേൾഡ് നിന്നെ എടുത്തിട്ട് അലക്കും. അവരുമായിട്ട് ചർച്ചയ്ക്ക് പോകും, നല്ല ഹീറും മേടിച്ചുകൊണ്ട് തൂത്തുണ്ടിക്ക് പോരുകയും ചെയ്യും. എന്തൊരു ദയനീയ അവസ്ഥയാണെന്നറിയാമോ? അപ്പം 2-ാം സങ്കീർത്തനത്തിലാണ് നമുക്ക് അതിന്റെ പ്രാരംഭത്തിലേക്ക് പോകേണ്ടത്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹയോം യലദതിക. ഹയോം യലദതിക. എന്താ ഹയോം യലദതിക എന്ന വേർഡിന്റെ അർത്ഥം? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ പോകണം? അതിൻ്റെ മീനിങ് പറഞ്ഞിരിക്കുന്ന ബൈബിളിന്റെ ഒത്തന്റിക് ഹീബ്രു ഡിക്ഷണറിയായ ബ്രൗൺ ഡൈവേഴ്സ് ആൻഡ് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞ ഡിക്ഷണറിക്കകത്ത് പോകണം. അവിടെ പോയാൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹീബ്രു ടെർമിനോളജി കോണ്ടെക്സ്റ്റിലെ മീനിങ് ഉള്ളൂ. കോണ്ടെക്സ്റ്റില്ല മീനിങ് ഇല്ല, ഒന്നിനും കോണ്ടെക്സ്റ്റില്ല മീനിങ്. 2-ാം സങ്കീർത്തനത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാ? ഈ മഹോപദ്രവകാലമാണ്. ജാതികൾ കലഹിക്കുന്നു, വംശമായി നിരൂപിക്കുന്നു. യഹോവയ്ക്കും തന്റെ അഭിഷക്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ ഒന്നിച്ചു കൂടുന്നു. നാം അവന്റെ കെട്ടുകളെ പൊട്ടിച്ച് അവന്റെ കയറുകളെ എറിഞ്ഞുകളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടത്. സ്വർഗത്തിൽ വസിക്കുന്ന ചിരിക്കുക, കർത്താവ് ഇവരെ പരിഹസിക്കുക, കർത്താവ് ഇവരെ പരിഹസിക്കുക. ഇവന്മാരെന്തോ മനസ്സിലാക്കണ്ടേ പറയുന്നത്? മഹോപദ്രവകാലം അവസാനിക്കാറായി. മഹോപദ്രവകാലം അവസാനിക്കാറാകുമ്പം ഭൂമിയിൽ വേറൊരു ഭരണ സംവിധാനം വരാൻ പോവാ.
ആ വരാൻ പോകുന്ന ഭരണ സംവിധാനത്തിന്റെ പേര് തിയോക്രസി അല്ലെങ്കിൽ ദൈവാധിപത്യം എന്ന. ദൈവമാണ് അധിപൻ, ദൈവത്തിന്റെ ലോയാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ തിയോക്രസി, ദൈവാധിപത്യം എന്ന് പറയുന്നത്. ദൈവാധിപത്യത്തിന്റെ പ്രത്യേകത അത് മോണക്കിയാണ്. മോണക്കി എന്ന് പറഞ്ഞാൽ മഹാരാജാവിന്റെ ഭരണമാണ്. മഹാരാജാവ് എങ്ങനെ ഭരിക്കാൻ വരുന്നത്? അഭിഷക്തനായി വരണം. ഇപ്പൊ 2-3 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു മൊണാർക്കിനെ അഭിഷേകം ചെയ്തു. മൊണാർക്കിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിൽ ഒരുപാട് പ്രവിശ്യകളില് 3-4 രാജ്യങ്ങളല്ലേ. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്ന മഹാപുരോഹിതൻ വന്നിട്ട്, ആർച്ച് ബിഷപ്പ് കാൻറ്റർ വന്നിട്ട് കിരീടമെടുത്തിട്ട് വെയിൽസിന്റെ ചുമതല ഉള്ള രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു, കിരീടം വെച്ചു. ഇനി സ്കോട്ട്ലൻഡിൽ ഇന്ന അധികാരങ്ങളുള്ള അധികാരിയെ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഓരോന്നും പറഞ്ഞ് കിരീടങ്ങൾ വെച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഈ കോൺവക്കേഷൻ നടക്കേണ്ടത്. കോൺവക്കേഷൻ അല്ലല്ലോ, കൊറോണേഷൻ. അപ്പം എതിർ ക്രിസ്തുവിന്റെ ഭരണം അവസാനിപ്പിച്ച് ഭൂമിയിൽ മുഴുവനും ഏത് കൊണ്ടുവരണം? തിയോക്രസി കൊണ്ടുവരണം. തിയോക്രസി ചക്രവർത്തിയെ വേണം. അപ്പൊ സ്വർഗത്തിൽ വലിയ മീറ്റിംഗ് നടക്കും. അത് ഭയങ്കര മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലോ, സെലിബ്രേഷൻ നടക്കും ഭവനത്തിൽ. അപ്പം രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നു ഞാൻ കണ്ടു. അവർ അവനെ വയോധികന്റെ അടുക്കൽ കൂട്ടുവരുത്തിമാറാക്കി. സകല ലോകത്തെയും ഭരിക്കേണ്ടതിന് അങ്ങയുടെ പുത്രന് അധികാരം കൊടുക്കണമെന്ന് അവനോട് പറഞ്ഞു. ഈ അവർ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളും അവനോട് എന്ന് പറഞ്ഞ പിതാവായ ദൈവത്തോടുമാണ്. സ്വർഗത്തിൽ കൊറോണേഷൻ നടക്കാൻ പോവാം. നമുക്കല്ല സന്തോഷം, നമ്മളവിടെ കാണുന്ന നമ്മളാ കൊറോണേഷന്റെ പാർട്ടാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കൊണ്ടുവരികയാണ് സകല ലോകത്തിന്റെയും ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യാൻ. ആ മീറ്റിംഗിൽ പിതാവായ ദൈവം ആ കിരീടമെടുത്ത് തൻ്റെ മകന്റെ തലയിലോട്ട് വെക്കുമ്പോൾ പറയുന്ന സെന്റൻസ് ആണ് ബയോം യലദഠിക. ഭൂമിയിൽ ദൈവാധിപത്യം സ്ഥാപിച്ചിട്ട് അതിന്റെ ചക്രവർത്തിയായി വാഴുന്നതിന് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞ അന്ന് ജനിപ്പിച്ചെന്ന് അതിന്റെ അർത്ഥം. അന്നതിന്റെ അർത്ഥം ഈ സംഭവം ഗ്രീക്കുകാർക്ക് അറിയാമോ? അറിയത്തില്ല. ഗ്രീക്കുകാരനെ നോക്കി ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തു. ഇംഗ്ലീഷ് സാഹിബിന് പിടി കിട്ടിയോ? ആ സാഹിബിന് പിടി കിട്ടിയില്ല. സാഹിബിനെ കാണുമ്പോൾ കവാത്തുമാർക്കൊന്ന് മലയാളിക്ക് വല്ലതും പിടി കിട്ടിയോ? പുള്ളിക്ക് ഒരു കുന്തം പിടി കിട്ടിയില്ല. കേട്ടോണേ, ഒരു കുന്തം പിടി കിട്ടിയില്ല. അപ്പം ഈ പിടി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മോശമില്ലയോ? നമുക്ക് വായിച്ചിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മോശമില്ലയോ? അപ്പൊ നമുക്ക് അറിയാൻ വേണ്ട കാര്യം നമ്മൾ പെട്ടെന്നൊരു പുസ്തകം എഴുതും. നമുക്ക് അറിയത്തില്ല. അപ്പൊ അറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതും. ഒരു പുള്ളിക്ക് സങ്കീർത്തനങ്ങൾ വായിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. പുള്ളി എന്ത് ചെയ്തു? ഒരു സങ്കീർത്തന ഭാഷ്യം അങ്ങ് എഴുതി. പിന്നല്ല, നമുക്ക് പിടിയിട്ടില്ല. മനസ്സിലാകും. അപ്പം ഇതിന്റെ മണ്ടയ്ക്ക് ഒരു വ്യാഖ്യാന ശാസ്ത്രം ഉണ്ടായി. അപ്പോൾ 2-ാം സങ്കീർത്തനത്തിൽ യേശു ക്രിസ്തു സൃഷ്ടിയാണെന്ന് പറഞ്ഞില്ല. ഇനി നമുക്ക് സദൃശ്യവാക്യം 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വരുന്നുള്ളേ, ദൈവം പണ്ട് തന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നെ ഉളവാക്കി. ദൈവം പണ്ട് തന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നെ ഉളവാക്കി എന്നൊരു വാക്യം. അവിടെയും ഉളവാക്കി, പുത്രനെ ഉളവാക്കി സൃഷ്ടിച്ചു. എന്തോ സംശയം? ഇതങ്ങോട്ട് എടുത്തിട്ട് മുസ്ലിങ്ങൾ ചോദിക്കുക, എടാ ഇത് യേശു ക്രിസ്തുവിന്റെ രാജ്യത്ത് പറഞ്ഞിരിക്കുന്ന എന്തോ പറഞ്ഞിരിക്കുന്നത്? ദൈവം
പണ്ട് പണ്ട് സൃഷ്ടിയുടെ തന്റെ ആരംഭത്തിൽ വഴിയിൽ എന്നെ ഉളവാക്കിയെന്ന്. ക്രിയേറ്റഡ് ബീങ് അല്ലയോ? ഉം, നമുക്ക് വല്ല മറുപടി പറയാനുണ്ടോ? ഇല്ല. എന്താ? നമ്മൾ വേദപുസ്തകം വായിച്ചിട്ടില്ല. നമ്മൾ എന്തേ ഉം, വായിച്ചിട്ടുള്ളൂ? നമ്മൾ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് വായിച്ചത്. ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകൾ പഠിക്കണം, ഉം. ഒറിജിനൽ ഹീബ്രുവിൽ. നമ്മൾ പറഞ്ഞ എല്ലാ വീഡിയോയിലും പറയത്തില്ലോ, നമ്മൾ അതെ, സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി അതെ. എന്ന് പറഞ്ഞ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി. ഹീബ്രുവിൽ തന്നെ വായിച്ച് പൊരുൾ തിരിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആരും ഉം, പഠിക്കാൻ വരത്തില്ല. ഇത് കേട്ടാലും ഉണ്ടല്ലോ, ഒരെണ്ണം പഠിക്കാൻ വരത്തില്ല. കാരണം എന്താ? മോശമാ. നമ്മൾ വലിയ MTH MD ഒക്കെ എടുത്ത് വലിയ പുള്ളികളായിട്ടിരിക്കുന്നുണ്ട്. ഈ ബാബുജോന്റെ ക്ലാസ്സിൽ പോയിരുന്നു, അതെ, ഒന്നും അറിയാത്ത പോലെ ഹീബ്രുവിൽ പഠിക്കുന്നത് നമുക്ക് മോശമില്ലയോ? നമ്മളതിനൊക്കെ വലിയ ഉത്തരം കണ്ടെത്തിയിരിക്കല്ലേ. അതെ. അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉം, അഡനായി ഖനാനി ബെറീത് ബെറീത് ഡെർഖോവ് റഷീത്ത് ഡെർഖോവ്. അഡനായി ഖനാനി റഷീത്ത് ഡെർഖോവ്. ഉം, അഡനായി എന്ന് പറഞ്ഞാൽ കർത്താവ്, ഖനാനി എന്നെ ചേർത്ത് നിർത്തിയിരിക്കുക, കൂടെ നിർത്തിയിരിക്കുക. ഉം. എപ്പോ? റഷീത്ത് ആരംഭത്തിൽ. എന്തിന്റെ ആരംഭത്തിൽ? ഡെർഖോവ്. സൃഷ്ടിയുടെ ഡെർഖോവ് എന്ന് പറഞ്ഞാൽ തന്റെ പ്രവൃത്തികളുടെ ആരംഭത്തിൽ. വഴികളെന്ന് ആരംഭത്തിൽ. പറഞ്ഞാൽ പ്രവൃത്തികളെന്ന. ഉം. അപ്പൊ ഈ ഹോൾ യൂണിവേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ പുത്രൻ ആരായിരുന്നു? ഞാൻ He അവന്റെ was with you. സന്നിധിയിൽ വിനോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ അവന്റെ ആർക്കിടെക്ട്. ഉം, ആർക്കിടെക്ട്. പിതാവായ ഉം. ദൈവം ഈ മുഴുവൻ ഡിസൈൻ ചെയ്യുമ്പം, സൃഷ്ടിക്കുമ്പം ആർക്കിടെക്ട് പുത്രനായ ദൈവമാണ്. ഉം, മനസ്സിലായോ? ശില്പി. ഞാൻ അവന്റെ സന്നിധിയിൽ ഉം. ശില്പിയായിരുന്നു. ശില്പിയായിരുന്നു. പുത്രനായ ദൈവം ഡിസൈൻ വരച്ചു കൊടുത്തു. പിതാവ് യഖി എന്ന് പറയുകയും പ്രഭാത ഉളവായി. നക്ഷത്രങ്ങൾ മാലക്കപ്പടക്കം പൊട്ടിച്ചു. അത് നൂതന്മാര് നിലവിൽ വന്നു. അതാണ് പറഞ്ഞേക്കുന്നത്. എന്തല്ല പറഞ്ഞേക്കുന്നത്? എന്നെ സൃഷ്ടിച്ചെന്നല്ല. 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 ഉം, ഉം. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർവസൃഷ്ടിയുടെ ആദിജാത, സർവസൃഷ്ടിയെ ഉണ്ടാക്കുന്ന സമയത്ത് ഉം, പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെന്ന്. ഉം. എന്തല്ല പറഞ്ഞത്? പിതാവ് ഉം. സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞത്. സൃഷ്ടിച്ചല്ലോ. ഓക്കേ. അപ്പൊ നമ്മള് ഓ. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു മൂഢ സ്വർഗത്തില. ഉം, ഇതെല്ലാം ഗ്രീക്കാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഉം, പത്തത് പൂച്ച പോലെ പറഞ്ഞു നടക്കുന്നു. ഉം. മണ്ടത്തരം നമ്മൾ പറയുന്നത് നമുക്ക് തൊട്ട് അറിയത്തില്ല. മനസ്സിലാകുന്നില്ല. ഈ വണ്ടത്തരം കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളുടെ അടുത്ത് വർത്താനം പറയുമ്പോൾ അവന്മാർ ചെവിക്കുറ്റി കീറും തരും, തോന്നുകൊണ്ട് ഈ പോരുകയും ചെയ്യും. നമുക്ക് ഖുറാൻ അറിയാൻ നല്ലോണം, അവരെക്കാൾ അറിയാം. ഉം, ഈ സംവാദത്തിന് പോകുന്ന ആൾക്കാരെ കണ്ടുണ്ട്, ക്രിസ്ത്യാനികളെ. ഉം, ഖുറാൻ പരിജ്ഞാനം ഭയങ്കര പരിജ്ഞാനമാണ് നമ്മുടെ ക്രിസ്ത്യാനികളെ ആൾക്കാരുടെ. ഉം. പക്ഷെ അറിയാൻ പറ്റും എന്തുവാ? വേദപുസ്തകം. ഉം. ഇനി അവർക്ക് നമുക്ക് ഒരുപോലെ വേദപുസ്തകം അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇത് നല്ല രസമാണ് കാണാൻ. രണ്ടുപേർക്ക് ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ട് സംഗതി വലിയ രസമാണ്. അപ്പം ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവസൃഷ്ടിക്കും മുമ്പ് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നവൻ എന്നാണ്. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം പ്രേക്ഷകരിൽ നിന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാം വാക്യം കർത്താവിന്റെ തിരുമേശയോടുള്ള ബന്ധത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയെന്ന്. ഈ വചനപ്രകാരം പകല് തിരുമേശ നടത്തുന്നത് തെറ്റാണോ, അതോ രാത്രിയിലാണോ തിരുമേശ നടത്തേണ്ടത്? രാത്രി. പിന്നെ ഈ ഞാൻ ജനിച്ചപ്പം ഒരു തുണിയും ഇല്ല. ഞാൻ ജനിച്ചത് അതുകൊണ്ട് ബാക്കി ശിഷ്ടായുസ് മുഴുവൻ ഞാൻ എങ്ങനെ ജീവിക്കത്തുള്ളൂ? ജനിച്ചപ്പോ എനിക്ക് തുണിയൊന്നും ഇല്ലായിരുന്നല്ലോ. ശിഷ്ടായുസ് മുഴുവൻ ഞാൻ എങ്ങനെ ജീവിച്ചാൽ മതി? തുണിയില്ലാതെ ജീവിച്ചാൽ മതി.
എന്ന് ഉം. പറയുന്നത് എന്തെങ്കിലും ലോജിക്കുണ്ടോ? എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഇല്ല. ഒരു ലോജിക്കും ഇല്ല അല്ലേ? ഉം. ഉം. രാത്രിയിൽ നടത്തിയത് യഹൂദന്മാരുടെ പെസഹായാണ്. ഓക്കെ. യഹൂദന്മാരുടെ പെസഹ. പെസഹായാണ് രാത്രി നടത്തിയത്. പെസഹായാണ് രാത്രി നടത്താൻ പ്രമാണമുള്ളത്. യഹൂദന്മാരുടെ പെസഹായിൽ നിന്ന് നമ്മുടെ തിരുവത്താഴം ഇവൾവ് ചെയ്യുകയാണ്. എന്ന് ഓക്കെ. പറയുമ്പോൾ യഹൂദന്മാരുടെ പെസഹായിക്ക് 4 കപ്പ് വീഞ്ഞുണ്ട്. ഉം. അതിൽ 3-ാമത്തെ കപ്പാണ് തിരുവത്താഴ ശുശ്രൂഷയായിട്ട് കർത്താവ് മാറ്റിയെടുക്കുന്നത്, ഉം. ലോർഡ്സ് ടേബിളായിട്ട് മാറ്റിയെടുക്കുന്നത്. ഉം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ടെർമിനോളജീസ് എന്തൊക്കെയാ? അത് നമ്മൾ എവിടെ പോകണം? 2-3 സ്ഥലങ്ങളിൽ പോകണം. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് പെസഹായുടെ പശ്ചാത്തലം, പശ്ചാത്തലം. ഉം. ടീച്ചിങ്സ് ഓഫ് ദ പെസഹ. ഉം. 2, ഇത് നടന്ന് മുറിക്കകത്ത് പോകണം. എവിടെ? മർക്കോസിന്റെ മാളിക മുറിയിൽ പോകണം മർക്കോസിന്റെ മാളികയിൽ. ഉം. ഇത് കാണാനായിട്ട്. 3, ഇവർ സംസാരിക്കുക, കർത്താവും ശിഷ്യന്മാരും സംസാരിക്കുക, സംസാരം. ഉം. അല്ല ഊമവികരുകൾ പോലെങ്കിലും ചിന്തിക്കുകയല്ല. ഉം. അവർ സംസാരിച്ച് ഗ്രീക്കിലും അരാമിക്കിലും, ചിലത് അരാമൈക്ക് എന്ന് പറയുന്നത്, ആ മൈക്ക് കേട്ടൊന്നും അല്ല, ഒന്നാമതൊരു ഹീബ്രുവിലാണ്. അവർ സംസാരിച്ച ഭാഷ എന്താണെന്ന് അറിയണം. റൈറ്റ്? ഇനി നമുക്ക് ഇതിൻ്റെ Yes. ഡോക്ട്രിൻ പഠിക്കണം. ഉം. ഡോക്ട്രിൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പകലെടുക്കണോ പകലെടുക്കാം, രാത്രിയിലെടുക്കണോ രാത്രിയിലെടുക്കാം. രാത്രി. ആദിമസഭ കൂടി വന്നപ്പോഴൊക്കെയും പകലാണ്. അപ്പം നുറുക്കി. ഉം. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കം കൂടി. അപ്പം നുറുക്കി. കേരളത്തിലെ ഒരു ജില്ലയിലെ ആൾക്കാർ വലിയ വിറ്റാണ്, ഇവര് പകലെടുക്കാൻ സമ്മതിക്കത്തില്ല. ഉം. രാത്രി ആകുമ്പോൾ സന്ധ്യയാകുമ്പോൾ എലി ഇറങ്ങുമല്ലോ കപ്പ മാന്താൻ എന്ന് പറയുമ്പോൾ ഒരു ഉം. പാസ്റ്ററും വിശ്വാസികളൊക്കെ പലവരെ വീട്ടിൽ നിങ്ങൾ സന്ധ്യയ്ക്കാൻ പമ്പി 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 വരും. പാസ്റ്ററുകളുടെ പാത്രത്തിലൊക്കെ ഉണ്ട്, കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വീതിച്ചു കൊടുക്കും. ഉം. തിരു അത്താഴം. അപ്പം ഞാൻ അതിന് ഇത് പഠിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വന്ന ഒരു പ്രമുഖനായ സപ്പോസ് ടു ബി ദി അപ്പോസ്റ്റൽ ഓഫ് ദ പ്ലേസ്, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത് കാര്യം പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഇത് ഞാനോട് ഒരിക്കൽ സംഭാഷണം ഞാൻ ചോദിച്ചു, അപ്പച്ചാ നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? സാറേ, തിരു അത്താഴമില്ലയോ? അത്താഴം ഇപ്പോഴാണ് സാർ കഴിക്കേണ്ടത്. കർത്താവേ, ഞാനൊരു ഒരു 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 കമന്റ് പറയാമേ. ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി കേട്ടോ? നമ്മുടെ ഐൻസ്റ്റീൻ, അവന് അദ്ദേഹത്തെ അറിയാവുന്ന പോലെ എനിക്കറിയത്തില്ല. ഐൻസ്റ്റീൻ കമന്റ് ഉണ്ട്, the difference between intellect and stupidity is intellect has its limits. ബുദ്ധിയും വിവരദോഷവും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിക്ക് ഒരു പരിധിയുണ്ട്, അതിനപ്പുറം മനുഷ്യന്റെ ബുദ്ധിക്ക് പോകാം. വിവരദോഷത്തിന് എന്തുവാ ലിമിറ്റ്? പരിമിതിയില്ല. മനുഷ്യൻ പറഞ്ഞു നടക്കുന്നു, വിവരദോഷത്തിന് എന്താ ലിമിറ്റ്? എന്റെ പൊന്നപ്പച്ച, തിരു അത്താഴമെന്ന് മലയാളത്തിൽ എഴുതി വെച്ചതില്ലയോ? അല്ലേ? അല്ലേ? സുൽഹാൻ ഹ അഡനായി, സുൽഹാൻ ഹ അഡനായി എന്ന് പറയുന്ന കർത്താവിന്റെ തിരുമേശയാണ്, തിരു അത്താഴമല്ല. കർത്താവിന്റെ തിരുമേശ. കർത്താവിന്റെ തിരുമേശയെ തിരു അത്താഴമായിട്ട് എഴുതുന്ന നിങ്ങളോട് ആര് പറഞ്ഞു? ഇനി ഞാൻ മുമ്പ് പറഞ്ഞു, ബൈബിള് പഠിപ്പിക്കുന്ന അധ്യാപകനും പ്രസംഗിക്കുന്നവരും രണ്ടാ. പ്രസംഗിക്കുന്നവർക്ക് താൻ കേട്ടത് വായിച്ച് മനസ്സിലാക്കി പ്രസംഗിച്ചാൽ മതി. പക്ഷെ പ്രസംഗിക്കുന്നതിന് മുമ്പ് അധ്യാപകന്റെ അടുത്ത് പോയി പഠിക്കണം. ഐ എം എ ടീച്ചർ. വളരെ ഉറപ്പായിട്ട് എനിക്ക് പറയുമെങ്കിൽ ഞാൻ അധ്യാപകന്. എന്നെപ്പോലെ അധ്യാപകരുടെ അടുത്ത് പോകണം, പോയിട്ട് പഠിച്ച് മണ്ടത്തരങ്ങളൊക്കെ മാറ്റണം. എന്നിട്ട് വിശ്വാസികളോട് പറയണം, തിരു അത്താഴം എന്നുള്ളത് നമ്മൾ മലയാളികൾ ഉണ്ടാക്കിയതാണ്. ഇത് തിരുമേശ സുൽഹാൻ ഹ അഡനായി ആണ്.
ഉം. സുൽഹാൻ തിരുമേശ. അടനായി കൂടി വരുമ്പോഴൊക്കെ അനുഷ്ഠിക്കാനുള്ളതാണ്. കർത്താവിൻ്റെ നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവ് ഇതുവരെ വന്നില്ല എന്നും, പിന്നെ ഉം. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ഇതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ തിരുമേശ. തിരുമേശ എന്തല്ല? തിരു അത്താഴം അല്ല. അത്താഴം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പെസഹയാണ്. അതല്ല നമ്മൾ ആചരിക്കുന്നത്. അത് അവിടെ കൊണ്ട് ഫിനിഷായി. So that is the absolutely clear answer. Nothing more than that. Yes, yeah. Very convincing, sir. Thank you. Thank you. അടുത്ത ചോദ്യം മത്തായി സുവിശേഷം 5-ാം അധ്യായം 40-41 വാക്യങ്ങൾ, കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വാക്യമാണ്. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോടുകൂടെ പോവുക. ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന ഇംഗ്ലീഷ് ഫ്രേസ് പോലും ഈ വചനഭാഗത്തെ ആസ്പദമാക്കിയെന്ന് ഞാൻ ധരിക്കുന്നു. എബ്രായ ഭാഷയിൽ ഇതിന്റെ ഇപ്രകാരം തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു മാറ്റമില്ല. അർത്ഥത്തിനാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അർത്ഥത്തിന് പ്രോബ്ലം ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വലിയ വലിയ വളരെ പ്രൊഫൗണ്ടായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. പ്രൊഫൗണ്ടായിട്ട് ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ നിന്ന് എന്തോ ചെയ്യായിരുന്നു? താൻ ഭൂമിയിൽ ദൈവസഭ സ്ഥാപിക്കാൻ വന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് ചേർച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ മണ്ടയ്ക്ക് പണിയാൻ വന്നതാണ്. അപ്പോൾ അതിന്റെ ലോസ് ആൻഡ് റെഗുലേഷൻ വേണം, ടീച്ചിങ്, ഫണ്ടമെന്റൽ ടീച്ചിങ്സ് വേണം. ഒരു രാജ്യം ഉണ്ടാകും, ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ആർക്കും എന്തും ആവില്ല രാജ്യത്ത്, അല്ലേ? അതൊരു കയോട്ടിക് സ്റ്റേറ്റ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായോ? ഇന്ത്യ തന്നെ ഇന്ത്യയായിട്ട് മാറാൻ നേരത്ത് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലല്ലേ ഉണ്ടാക്കിയത്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പറഞ്ഞില്ലേ? നിയമസംഹിത. അപ്പം സ്വർഗസ്ഥനായ ദൈവം ദൈവസഭയ്ക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു കൊടുക്കുക. കേട്ടോണേ? അപ്പം ദൈവസഭ, ക്രിസ്ത്യൻ ചേർച്ച് അല്ലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ഈക്വൽ പാർട്ടിന്റെ അസിമിലേഷനാണ്. രണ്ട് ഈക്വൽ പാർട്ടിന്റെ അസിമിലേഷനാണ്. ഒന്ന് ക്രിസ്ത്യൻ ബിലീഫ്, ക്രിസ്തീയ വിശ്വാസം. രണ്ട് ക്രിസ്ത്യൻ ബിഹേവിയർ, പെരുമാറ്റം. അപ്പൊ ഈ അടിസ്ഥാന പ്രമാണത്തിൽ അവിടെയാണ് നമ്മൾ ഡിഫർ ചെയ്യേണ്ടത്. ഇപ്പം പുതിയ നിയമസഭയുടെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ 7 കാര്യങ്ങൾ ഞങ്ങൾ പെന്തക്കോസ്തുകാർ പാസ്റ്റർമാർ പറയും. വിശ്വാസം, സ്നാനം, വേർപാട്, ഇങ്ങനെയുള്ള 7 കാര്യം പറയും. അടിസ്ഥാന ഉപദേശം. നമ്മൾ ഈ എഞ്ചിനീയറിങ്ങും മെഡിസിനും പഠിത്തം ഉണ്ടല്ലോ കേരളത്തില്, രണ്ടിനും അഡ്മിഷൻ കണ്ട എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്യണം, അല്ലേ? എൻട്രൻസ് എക്സാം എഴുതി ആരെങ്കിലും എഞ്ചിനീയറിംഗ് പാസ്സാകുമോ? അതുകൊണ്ട് ഇല്ല. എൻട്രൻസ് ആയതുള്ളൂ, അല്ലേ? ഇനി എഞ്ചിനീയറിംഗിന്റെ സിലബസ് കിടക്കുക 4 കൊല്ലത്തെ. ചർച്ച് ഓഫ് ഗോഡ് എന്ന ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് വരാനുള്ള എൻട്രൻസ് ക്ലിയറൻസ് ആണ് ഈ 7 കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയരുതെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്. നമ്മൾ കോളേജ് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, എൻട്രൻസിന്റെ സിലബസ് ആണ് പഠിപ്പിക്കുന്നത്, അതോ അവർ പഠിക്കാനുള്ള കരിക്കുലം പഠിപ്പിക്കുന്നത്? കോളേജ് പഠിപ്പിക്കുന്നുണ്ട്, എൻട്രൻസിന്റെ സിലബസ് ആണ് പഠിപ്പിച്ചത്. കരിക്കുലം വേറെ ഇല്ലയോ? ഇത് നമുക്ക് ഇതൊരു തിരിച്ചറിവ് ഉണ്ടായില്ല. നമ്മൾ വിചാരിക്കുന്നത് 7 എണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഭയുടെ അടിസ്ഥാന ഉപദേശം തീർന്നു. ഇത് സഭയുടെ അടിസ്ഥാന വേദോപദേശം അല്ല. അന്ന് കർത്താവും പറഞ്ഞില്ല, ശിഷ്യന്മാരും പറഞ്ഞില്ല. പിന്നെ ആര് പറഞ്ഞു? നമ്മൾ പറഞ്ഞു. സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ 40 എണ്ണമാണ്. ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്. ആ ഫണ്ടമെന്റൽ ഡോക്ട്രിൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ ഇരുന്ന് പഠിപ്പിച്ച ഡോക്ട്രിൻസ് ആണ്. ഈ ഡോക്ട്രിൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് നമുക്ക് പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ മിണ്ടാൻ പറ്റത്തില്ല. അടിസ്ഥാന പ്രമാണം നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. മിണ്ടിപ്പോയാൽ അന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ അല്ലാതാകും.
സഹോദരനോട് കോപിക്കുന്നവനൊക്കെ അഗ്നിതര അഗ്നിനരകത്തിലാകും. അവനോട് നിസാര എന്ന് പറഞ്ഞാൽ നീ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വരും. ഇനി ഞാൻ ബാക്കി പറയാനല്ലോ, ബന്ധുക്കോസുകാരുടെ കളി എന്താ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നില്ലയോ. അതെ അതെ. ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച 40 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല. ചെയ്താൽ അന്ന് നമ്മുടെ അടിസ്ഥാനം പോയി. പിടികിട്ടിയോ? അതിനകത്ത് 2 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന് ക്രിസ്ത്യൻ ബിലീഫ്, 2 ക്രിസ്ത്യൻ ബിഹേവിയർ. അപ്പം നമ്മൾ പ്രസംഗിക്കുന്ന മുഴുവൻ നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക, വിശ്വസിക്കുന്ന സകലം നടക്കും. കൊണ്ടു നടക്കുകയല്ല. എന്തുകൊണ്ട്? ഫെയ്ത്തേ ഉള്ളൂ, ബിലീഫേ ഉള്ളൂ. എന്തില്ല? ബിഹേവിയർ ഇല്ല. ബിഹേവിയർ ഇല്ല. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? ഈ 18 വർഷം കൊണ്ട് ബിഹേവിയർ എന്ന കാര്യം സ്വന്തം ജീവിതത്തിൽ ബിഹേവ് ചെയ്ത് തെളിയിച്ചു. 18 വർഷം ആശാരി. ആശാരി കഴിഞ്ഞ് ബാക്കി സമയം എന്തോ നാട്ടുകാർക്ക് നന്മ ചെയ്യുക. അപ്പോഴാ തണുപ്പത്ത് ഒരു അമ്മച്ചി ഇങ്ങനെ വിറച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ്റെ ആ വലിയ ഷോളുണ്ടല്ലോ, അമ്മച്ചിക്ക് അമ്മച്ചി പുതച്ചോളാൻ പറഞ്ഞു. ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു അമ്മച്ചി ഇങ്ങനെ വഴിയിലേക്ക്, എന്നാ അമ്മച്ചി, കുഞ്ഞുമക്കളെ റേഷൻ മേടിക്കാൻ പോവാടെ, നടക്കാൻ വയ്യ. റേഷൻ കട 1 കിലോമീറ്റർ അപ്പുറത്താ. അവിടെ വരെ പിടിച്ചുകൊണ്ട് പോയി. ഇനി റേഷൻ കൊണ്ട് അമ്മച്ചിക്ക് തിരിച്ചു വിട്ടു പറ്റുമോ? തിരിച്ചെന്ത് ചെയ്തു? അപ്പൊ 1 നാഴികയാണ് വിളിച്ചത്. എത്ര നാഴിക നടന്നു? 2 നാഴിക ആന്നല്ലോ. ഇത് നാട്ടുകാരെല്ലാം കണ്ടു. ഇയാൾ ഒരു പ്രസംഗിക്കുന്നൊന്നുമില്ല. 18 വർഷം ക്രിസ്ത്യൻ ബിഹേവിയർ മുഴുവൻ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക. ആശാരി ഒരു ദിവസം പറഞ്ഞു, ഞാനേ നാളെ രാവിലെ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ മണ്ടയ്ക്കാന്ന് പറഞ്ഞു. മാമിനെ അറിയാവുന്ന ഒരു ആശാരി. ഞാനൊരു ബൈബിൾ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ മാമ പറഞ്ഞു പോകും. ഇവനെന്തോ ബൈബിൾ ക്ലാസ് എടുക്കാതെ. അപ്പം നസ്രയന യേശു എന്ന ആശാരി ഞാനൊരു ബൈബിൾ ക്ലാസ് എടുക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പം 10,000 മലയുടെ മണ്ടയ്ക്ക് കയറിയത് എന്തിനാ? ക്രിസ്ത്യൻ ബിഹേവിയർ 18 വർഷം സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ആരെങ്കിലും നിങ്ങളോട് വസ്ത്രം ചോദിച്ചാൽ ഉടുപ്പും കൂടെ വിട്ടുകൊടുക്കുക. ആരെങ്കിലും പറഞ്ഞു, നിന്നോട് വന്നിട്ട് അന്ന് ചോദിച്ചിട്ട് നീ കൊടുത്തില്ലല്ലോ. ആരെങ്കിലും 1 നാഴിക നടക്കാൻ വിളിച്ച 2 നാഴിക പോവുക. ഇല്ല, അമ്മച്ചി നിന്നോട് ചോദിച്ചില്ലേ റേഷൻ മേടിക്കാൻ സഹായിക്കാമെന്ന് നീ പോയില്ലല്ലോ. ആരെങ്കിലും വിരളയുണ്ടിയോ? ഇല്ല. അതായത് 18 വർഷം ബിഹേവിയർ പ്രൂവ് ചെയ്തിട്ടാണ് ബിലീഫ് പഠിപ്പിക്കാൻ ഇറങ്ങിയത്. ഇപ്പൊ ബിഹേവിയർ ഇല്ല, എന്തേ ഉള്ളൂ? ബിലീഫ് മാത്രം. മനസ്സിലായോ? ഓ നീ വിശ്വസിക്കുക. ഓ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്ന അടയാളം നടക്കും. അതെ, അതിനു മുമ്പ് എന്തോ നടക്കണം? ബിഹേവിയർ നടക്കണം. ഇപ്പൊ ബാംഗ്ലൂർ ആണ് എനിക്കൊന്ന് എല്ലാ ക്രൂസൈഡുകളുടെ സെന്റർ. അവിടെ ഇല്ലാതെ ഒരു ക്രൂസൈഡും ഇല്ലല്ലോ. തിയോളജി കോളേജും ക്രൂസൈഡും. എവിടെങ്കിലും ക്രിസ്ത്യൻ ബിഹേവിയർ പ്രസംഗിക്കുന്ന മാം കേട്ടിട്ടുണ്ടോ? വളരെ കുറവ്. ബിലീഫോ? നീ വിശ്വസിക്കുക, സൗഖ്യമായി നീ വിശ്വസിക്കുക. ഈ പെണ്ണുപിള്ളക്ക് സൗഖ്യമായിട്ടില്ല, വയറ്റുവേദന കിടന്ന് കരയും. സൗഖ്യമായി നീ വിശ്വസിക്കുക. സൗഖ്യമായി നീ ഏറ്റുപറ, നീ പറയുന്നത് സംഭവിക്കും. എടാ വയറ്റിനകം പോകുകയാ, അന്നേരം സുഖമായി എന്ന് പറഞ്ഞാൽ സുഖമാകുമോ? ആലോചിക്കേ. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ 2 പ്രധാനപ്പെട്ട പാർട്ടാണ് ക്രിസ്ത്യൻ ബിഹേവിയറും ക്രിസ്ത്യൻ ബിലീഫും. അപ്പോൾ കർത്താവ് ഇത് പഠിപ്പിക്കുകയാണ്, ഫണ്ടമെന്റൽ ഡോക്ട്രിനിലോട്ട് വരികയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുക.
അങ്ങനെ തന്നെയായിരിക്കണം ക്രിസ്ത്യൻസ് ബിഹേവ് ചെയ്യേണ്ടത്. ദർ ഇസ് നോ കോംപ്രമൈസ് ഓൺ ഇറ്റ്. അങ്ങനെ തന്നെയായിരിക്കണം ക്രിസ്ത്യൻസ് ബിഹേവ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ചെയ്യുന്നു ഇല്ലെന്നുള്ളതല്ല എൻ്റെ ചോദ്യം. അങ്ങനെ ആയിരിക്കണം. That how it must be. There is no compromise on it. Yes. ഇനി ഇത് സൈഡ് ബൈ സൈഡ്, പടൻ ഇത് സൈഡ് ബൈ സൈഡ് പോകണം എന്നുള്ളതാണ്. ബിലീഫ് ആൻഡ് ബിഹേവിയർ ഇത് സിമിൾട്ടേനിയസ് ആണ്. സിമിൾട്ടേനിയസ് ആണ്. ബിഹേവിയർ ആൻഡ് ബിലീഫ് ഒരുപോലെ പോകണം, പോയേ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഒരു ചോദ്യം വിശ്വാസം അല്ലേ? ഒരു ചോദ്യം. ഓക്കെ. In the New Testament, what are the books written in Hebrew? പുതിയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഏതെല്ലാം? അത് ഒരു ഗ്രേറ്റ് മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ആണത്. വലിയ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ആണത്. നമുക്ക് അതിനകത്ത് സിറ്റുവേഷൻ എവിഡൻസ്, കൊറോബറേറ്റീവ് എവിഡൻസ്, ഡോക്യുമെന്റൽ എവിഡൻസ്, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം എടുക്കേണ്ടതാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പം അതെല്ലാം ഞാൻ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബൈബിൾ സിസ്റ്റമാറ്റിക് ബൈബിൾസിൽ. ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ആൻസർ സിമ്പിൾ എന്ന് പറയാം. അപ്പോസ്തലനായ പൗലോസിന്റെ സഭാലേഖനങ്ങൾ താൻ ഗ്രീക്ക് വിശ്വാസികൾക്ക് എഴുതുന്നു. അവര് യഹൂദന്മാർ അവിടെ ഇല്ല, 1-2 പേരുണ്ടെങ്കിലും ഉണ്ട്. അവർ ഗ്രീക്ക് നല്ലോണം അറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സഭാലേഖനമായ തെസലോനിക്ക ലേഖനം 1-2, രണ്ടാമത്തേത് കൊരിന്ത്യർ ലേഖനം, മൂന്നാമത്തേത് റോമാലേഖനം, നാലാമത്തേത് എബ്രായ ലേഖനം, അഞ്ചാമത്തേത് എഫെസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലസ് ലേഖനം, ഫിലിപ്പ് ലേഖനം പറഞ്ഞു, പിന്നെ തീത്തോസിന്റെ ലേഖനം, ഫിലമോൻ, പിന്നെ തിമോത്തിയോസ്. ഇത്രയും ഗ്രീക്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ, ഹീബ്രു എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ അതിന്റെ കണ്ടന്റ്, പ്രതിപാദ്യ വിഷയം ഹെബ്രായിക്കാണ്. ഇപ്പം കൊരിന്ത്യർ ലേഖനത്തിൽ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കത്തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടത് അതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയും, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. ഗ്രീക്ക് ഫിലോസഫിയിലും സാഹിത്യത്തിലും എവിടെ പെസഹ കുഞ്ഞാടിരിക്കുന്നത്? ഇവിടെ പഴയ പുളിമാവും പുതിയ പുളിമാവും ഇരിക്കുന്നത്. കണ്ടന്റ് മുഴുവൻ ഹെബ്രായിക്കാണ്, ലാംഗ്വേജ് മാത്രം ഗ്രീക്കാണ്. ഇത് വിളിച്ചാൽ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിലെ 66 പുസ്തകങ്ങളും പഠിക്കുമ്പോൾ ഓരോ പുസ്തകത്തിനും ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്, രണ്ടൊരു എക്സിസ്റ്റൻഷ്യൽ റീസൺ ഉണ്ട്. ഹിസ്റ്റോറിക്കൽ റീസൺ, എന്തുകൊണ്ട് ആ പുസ്തകം എഴുതപ്പെട്ടു, അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം, സാഹചര്യം, സംഭവങ്ങൾ എന്തായിരുന്നു, ആ പുസ്തകത്തിൻ്റെ എഴുത്തിലേക്ക് എഴുത്തുകാരനെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു. അതാണ് എൻ്റെ ഹിസ്റ്റോറിക്കൽ റീസൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ വരണം? ഹാനോക്കിന്റെ പുസ്തകം വന്നില്ലല്ലോ, എന്തുകൊണ്ട് പുസ്തകത്തിൽ വരണം? അത് എൻ്റെ എക്സിസ്റ്റൻഷ്യൽ റീസൺ ആണ്. അപ്പൊ നമ്മൾ ഈ 66 പുസ്തകം, ഞാനിപ്പോൾ സിസ്റ്റമാറ്റിക് ബൈബിൾസിൽ എന്താ പഠിപ്പിക്കും? ഇത്ര പഠിപ്പിക്കുന്നുള്ളൂ. ഓരോ പുസ്തകം എടുത്തിട്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ റീസണും എക്സിസ്റ്റൻഷ്യൽ റീസണും പഠിപ്പിച്ചും തീരും. നമ്മുടെ ബൈബിൾ സ്കൂളിൽ അതല്ല പഠിപ്പിക്കുന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. പോട്ടെ, അവരെ പറ്റിയല്ലേ പറയാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ, ഓരോ പുസ്തകത്തിൻ്റെയും ഹിസ്റ്റോറിക്കൽ റീസണും എക്സിസ്റ്റൻഷ്യൽ റീസണും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബി റിട്ടൺ ഇൻ ഗ്രീക്ക്. മത്തായി എഴുതുക, മത്തായി എന്ന യവൻ എന്ന യഹൂദൻ, ലേവ്യ ഇതിൽ ജനിച്ച മത്തായി എന്ന യഹൂദൻ ഗോത്രത്തിൽ ജനിച്ച തൻ്റെ ആൾക്കാർക്ക്, അത് യഹൂദന്മാർക്ക്, യേശുക്രിസ്തു വാഗ്ദത്ത മശിഹയാണെന്ന്, അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എഴുതുന്ന സുവിശേഷം. എന്ത് കാര്യത്തിനാണ് ഇത് ഗ്രീക്കിൽ എഴുതേണ്ടത്? എന്ത് കാര്യത്തിനാ? ഇങ്ങനെ ഓരോ പുസ്തകങ്ങളും നോക്കണം. റോമിലെ ദൈവസഭ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകാൻ പോവാണ്, ഗ്രീക്ക് സഭയായിട്ടും ജൂവിഷ് ചർച്ചായിട്ടും എബ്രായ സഭയായിട്ടും. അപ്പൊ അവർക്ക് ലേഖനം എഴുതണം, 2 കൂട്ടർക്കും വേണം.
ഇപ്പൊ 2 ഭാഷയിലാണ്. ഉം. അപ്പൊ താനും ലൂക്കോസും കൂടെ എഴുതുക. താനിത് എബ്രായ ഭാഷ പറഞ്ഞു കൊടുക്കുന്നു, ലൂക്കോസ് എബ്രായ ഭാഷയിലും ഗ്രീക്കിലുമായിട്ട് എഴുതുന്നു. ഇങ്ങനെ പൗലോസിന് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. താൻ സ്വന്തം കൈയാൽ ലേഖനം എഴുതിയെന്ന് പറയുന്നത് പിന്നെ ഏതാ ഈ പിന്നെ ഗലാത്യ ലേഖനമാണ്. ഉം. ഗലാത്യ ലേഖനമാണ്. കാര്യം അല്ല എഴുതിയ പറ്റത്തുള്ളൂ. അതായിരുന്നു എൻ്റെ റീസൺ. ബാക്കി കാര്യങ്ങൾ ഓക്കെ. വിശദീകരിക്കുകയാണ്. അപ്പൊ അത് 2 ഭാഷയിൽ എഴുതുകയാണ്. ഉം. എബ്രായ വിശ്വാസികൾ ഇവിടെ വിട്ടുപോയി, ദൈവസഭ വിട്ടുപോയി. കാര്യം അവർക്ക് അവരുടെ നാഷണാലിറ്റി നഷ്ടപ്പെടും, സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വസ്തു വീടുകൾക്ക് ആർക്കും എടുത്തുകൊണ്ട് പോകാം. വലിയ ക്രൈസിസ് ഫേസ് ചെയ്യാം. സോ വൈ ഷുഡ് യു റിമെയിൻ ആസ് എ ക്രിസ്ത്യൻ? അത് വിശുദ്ധ പഴയ നിയമത്തിൽ നിന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി എഴുതുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം. അതാണ് എബ്രായ ലേഖനത്തിന്റെ ഹിസ്റ്റോറിക്കൽ റീസൺ എന്ന് പറയുന്നത്. ആ ലേഖനം ഗ്രീക്കിൽ എഴുതുന്നത് ഇമ്പോസിബിളാ. ഇപ്പം വേറെ കാര്യം, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ള കുഴപ്പമെന്നറിയാമോ? ഒരുപാടൊന്നും അങ്ങ് കാര്യമൊന്നുമില്ല. ഇപ്പം ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടക്കിയിരിക്കേണ്ട ദൈവത്താൽ അധികാരം എന്നുള്ളതുണ്ടല്ലോ. അങ്ങനൊന്നും പൗലോസ് എഴുതിയിട്ടേ ഇല്ലെന്നേ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടക്കിയിരുന്നുള്ള ഒറിജിനൽ പൗലോസിന്റെ ഹീബ്രുവിൽ അങ്ങനെ ഇല്ല. ഇനി അത് തന്നെ ഗ്രീക്കിലോട്ട് ഇദ്ദേഹം എഴുതും, ലൂക്കോസ് എഴുതും, അതിനകത്തും ഇല്ല. ഇതൊക്കെ പിന്നീട് ആശാന്മാർ അടിച്ച് മാറ്റിയതാ, അടിച്ചു കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്രയും ഒഴിച്ചാൽ ബാക്കി മുഴുവനും ഹീബ്രുവാ. കാരണം എഴുത്തുകാരായിരുന്നു യഹൂദന്മാര്. എന്തിനാ എഴുതിയത്? ഇനി നമുക്കൊരു എക്സെപ്ഷൻ എടുക്കാവുന്ന ലൂക്കോസിനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത് ഇന്ന് നമ്മൾ വായിക്കും പോലെ വേദപുസ്തകത്തിലെ ഒരു പുസ്തകമായിട്ട് മാറി നമ്മൾ വായിച്ച് യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം മനസ്സിലാക്കി പഠിച്ച് ക്രിസ്ത്യാനികളാകുക എന്നുള്ള പർപ്പസിലല്ല. അല്ല ലൂക്കോസ് എഴുതുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ആർക്കാ എഴുതുന്നത്? യുവർ എക്സലൻസ് തിയോഫിലോസ് എന്നാണ്. യുവർ എക്സലൻസ് തിയോഫിലോസ് എന്നാണ് അല്ലേ? ശ്രീമാനായ തിയോഫിലോസെ. അപ്പൊ തിയോഫിലോസ് എന്ന മനുഷ്യന് ഈ സാധനം എഴുതുമ്പോ അത് പിന്നീടാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന് അതിന്റെ മണ്ടയ്ക്ക് പേര് വരുന്നത്. ഞാൻ സുവിശേഷമല്ല എഴുതിയത്. നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ there is no reason to believe that it was written in Greek. There is no reason to believe. But at the same time അതിന്റെ ഗ്രീക്ക് വേർഷൻ ഉണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ ഗ്രീക്ക് വേർഷൻ ഉണ്ട്. There is no doubt about it. പക്ഷെങ്കിൽ മാത്രമല്ല അതിന്റെ കണ്ടന്റ് എടുത്താൽ, ഭാഷ എടുത്താൽ ഇത് മുഴുവൻ ഹിബ്രായിക് ഇഡിയംസ് എഴുതിയിരിക്കുന്ന മുഴുവനും ഹിബ്രായിക് ഇഡിയംസ്. അതിന്റെ ആൻസർ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പൗലോസിന്റെ സഭാലേഖനങ്ങൾ ഒഴികെ നല്ല ഭാഗം ബാക്കിയെല്ലാം ഹീബ്രുവിലാണ് എഴുതിയതെന്ന് നമുക്ക് പിൽക്കാല പഠനങ്ങൾ തെളിയിക്കുന്നുള്ളൂ. അതിൽ പിന്നെ നമുക്ക് സംശയത്തിന് ഒരു വക കൊടുക്കാവുന്ന ലൂക്കോസിനെയാണ്. നമുക്ക് സംശയത്തിന് വക കൊടുക്കാം ലൂക്കോസിന് തീർച്ചയായിട്ടും. എൻ്റെ കയ്യിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഹീബ്രു ഉണ്ട്. ഐ ഹാവ് ദി ഹീബ്രു വേർഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ് വിത്ത് മീ. ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് എനിക്കിത് പറയാൻ കഴിയുന്നത്. ഐ കൻ സ്പീക്ക് ഇറ്റ് സോ ക്ലിയർലി. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം നമ്മൾ വളരെ മുൻപോട്ട്, ക്ഷമയെ നമ്മൾ ഇനി പരീക്ഷിക്കാൻ പാടില്ല. Thank you once again, sir, for a wonderful explanation. ഈ സെഷൻ പ്രേക്ഷകർക്കെല്ലാം അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. പ്രേക്ഷകരിൽ നിന്ന് അനേകം ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള സെഷനുകളിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ബാബു സർ നൽകുന്നതായിരിക്കും. നിങ്ങൾ തുടർന്നുള്ള ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. Till then, goodbye. God bless you. Bye-bye.